കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായി നിക്ഷേപകർ. മെഡിക്കൽ ടൂറിസം മേഖലകളിലാണ് വലിയ നിക്ഷേപം വരുന്നത്. ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളും നിക്ഷേപ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നിക്ഷേപക സംഗമം ഇന്ന് സമാപിക്കും. വിശദാംശങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. നിക്ഷേപക സംഗമം ഇന്ന് സമാപിക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ, ഏതൊക്കെ മേഖലകൾ, എവിടെ നിന്നൊക്കെയാണ് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് പ്രദീപ്? മോദി, 2 ദിവസത്തെ നിക്ഷേപക സംഗമം ഇന്ന് സമാപിക്കുമ്പോൾ ആദ്യ ദിവസമായ ഇന്നലെ മാത്രം ഏതാണ്ട് 35,000-ലധികം കോടിയുടെ നിക്ഷേപ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതലും മെഡിക്കൽ മേഖലയിലും ഒപ്പം ടൂറിസം മേഖലയിലുമാണ്. അതുകൂടാതെ തന്നെ സാങ്കേതിക വിദ്യാ മേഖലകളിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ്, അതുപോലെ തന്നെ തെലങ്കാനയിലെ കൃഷ്ണ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് 5,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിനാണ് സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. കൂടാതെ റിലയൻസിൻ്റെ ചില വിഭാഗങ്ങളും കേരളത്തിൽ നിക്ഷേപ സാധ്യത അറിയിച്ചിട്ടുണ്ട്. കൂടുതലും ഭക്ഷ്യ സംസ്കരണ പാർക്കുകൾ, സാങ്കേതിക വിദ്യ, റീറ്റെയിൽ മേഖല, അങ്ങനെയുള്ള മേഖലകളിലെ നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്ന് ഈ ബിസിനസ് കോൺക്ലേവ് സമാപിക്കുമ്പോഴേക്ക് ഏതാണ്ട് 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് സൂചന. ഓസ്ട്രേലിയ ഉൾപ്പെടെ 6 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ 2 ദിവസത്തെ നിക്ഷേപക സംഗമത്തിന് എത്തിയിരിക്കുന്നത്. പലരും കേരളത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. നിക്ഷേപ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ മേഖലകളെക്കുറിച്ചുള്ള അന്വേഷണവും എത്തിയിട്ടുണ്ട്. നിലവിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ടൂറിസം മേഖലയിലും ഒപ്പം വൈദ്യശാസ്ത്ര മേഖലയിലുമാണ്. കൂടാതെ കയറ്റുമതി ഉൾപ്പെടെയുള്ള മേഖലകളെക്കുറിച്ച് അന്വേഷണം വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ആകെ എത്ര ബിസിനസ് സന്നദ്ധത അല്ലെങ്കിൽ എത്ര തുകയുടെ ബിസിനസ് പ്രഖ്യാപനങ്ങളാണ് വരാനിരിക്കുന്നത് എന്നറിയാൻ സാധിക്കും. ശരി പ്രദീപ്. കൊച്ചിയിലെ ആഗോള നിക്ഷേപക സംഗമത്തിനെ കുറിച്ചാണ് വിശദാംശങ്ങൾ പ്രദീപ് ജോസഫ് നൽകിയത്.